ട്രഷറി സ്തംഭിക്കുക, കരാറുകാർക്ക് ബില്ല് മാറാതിരിക്കാൻ ഉള്ള സാഹചര്യം ഒരുങ്ങുക, ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതിരിക്കുക, ക്ഷേമ പെൻഷനുകൾ മുടങ്ങുക, ഇത് ഒരു തരത്തിലും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഗുണകരമായ കാര്യമല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കാനുള്ള ബാധ്യത അവിടെ കേന്ദ്ര സർക്കാരിനുണ്ടല്ലോ. അഭിലാഷേ, ഇന്നിപ്പോ ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും ഇതിൽ പ്രയോഗിച്ച, അല്ലെങ്കിൽ ഇതിൽ അരുണും അതുപോലെ തന്നെ ഡീനും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒക്കെ മനസ്സിലാവും, ജിൻഡോയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റുകൾ കൊണ്ടല്ല എന്ന് ഈ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും. ദീർഘമായ കണക്ക് ഞങ്ങൾ നിരന്തരം പറയാറുണ്ട്. രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഒന്ന്, 2016-17-14 നരേന്ദ്രമോദി സർക്കാർ വന്നത്. NIT നീതി ആയോഗിന്റെ ഒരു കണക്കുകൾ വന്നിരുന്നു. ആ കണക്കിൽ സൂചിപ്പിക്കുന്നത്, നീതി ആയോഗിന്റെ കണക്കുകളെ കുറിച്ച് അരുണിനും എതിർപ്പുണ്ടാവില്ല, കാരണം നീതി ആയോഗിന്റെ അവാർഡുകളെ കുറിച്ച് നിരന്തരം പുകഴ്ത്തി പറയുന്നതാണ് കേരള സർക്കാർ. അപ്പൊ നീതി ആയോഗിന്റെ കണക്കുകൾ പറയുന്നത് ദേശീയ അനുപാതം അനുസരിച്ച് GDP കടം, ദേശീയ കടം 23% സംസ്ഥാന സർക്കാരിന്റെ കടം 2016 തന്നെ അത് 27% കേരളത്തിന്റെ. ദേശീയ ശരാശരിയേക്കാൾ അന്നേ കൂടുതലായിരുന്നു. അപ്പോൾ ഒരു കാരണം സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ 2014-15 അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ 2016 തന്നെ ഈ അനുപാതം കൂടുന്നത്. ഒന്ന്. രണ്ട്, 2014 ഈ സംസ്ഥാന സർക്കാരിന്റെ കടം എത്രയായിരുന്നു? ഉമ്മൻചാണ്ടി അധികാരത്തിൽ പോകുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു കടം. അതിനുശേഷം 2024 ആയപ്പോൾ എത്രയായി കടം? 4,29,00,000 കടം. അപ്പൊ ഈ കടങ്ങൾ മുഴുവൻ മേടിച്ചിട്ടുണ്ടല്ലോ. ഈ കഴിഞ്ഞ 10 വർഷവും BJP സർക്കാരായിരുന്നല്ലോ. അപ്പൊ കടം മേടിക്കുവാനായിട്ട് ഏതാണ്ട് 3 ലക്ഷം കോടി രൂപ കടം മേടിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ എതിർത്തിട്ടില്ലല്ലോ. എന്നിട്ട് ഈ 3 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടും ഇവിടെ പെൻഷനും ശമ്പളവും കൊടുത്തതല്ലാണ്ട് എന്ത് ആസ്തി വികസനമാണ്, ഡയറക്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും അപ്പോൾ എങ്ങനെയാണ് വരുമാനം കൂടുക? ഇതെല്ലാം സാമ്പത്തിക വിദഗ്ധർക്കും സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടെ അരുൺ പറഞ്ഞ കണക്ക് തന്നെ നോക്കൂ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 2 രീതിയിലായിട്ട് ഏതാണ്ട് 4000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ ഫെബ്രുവരി 29 കൊടുത്തു. അദ്ദേഹം തന്നെ കണക്ക് പറയുന്നത് 5000 ചില്ലാൻ കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്ത് പെൻഷനും ശമ്പളവും കൂടി കൊടുക്കേണ്ടത്. അതായത് കേന്ദ്ര സർക്കാർ 4000 കോടി തന്നപ്പോൾ മാത്രമാണ് സംസ്ഥാനത്ത് ഈ പറയുന്ന 1000 കോടിയും കൂടിയിട്ട് പെൻഷനും ശമ്പളവും കൊടുത്തത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ട് നിങ്ങൾ ശമ്പളവും പെൻഷൻ കൊടുത്തു എന്നല്ല സംഭവിക്കുന്നത്. ശിവശങ്കർ, ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞാൽ ഇതില് ഒന്ന് IGSTയുടെ കോമ്പണന്റ് ആണ്, പിറ്റൊന്ന് നികുതി വരുമാനമാണ്. പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഞാനും താങ്കളും ഒക്കെ കൊടുക്കുന്ന ടാക്സിന്റെ ഷെയർ ആണ്. പിടിച്ചോണ്ട് പോയതാ, അല്ല അല്ലാണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾക്ക് 23,000 അത് ഞാൻ പറഞ്ഞല്ലോ. അരുണെ ഞാൻ അരുൺ പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ. 23,000 കോടി രൂപ സംസ്ഥാനത്ത് GST കളക്ഷൻ പിരിക്കാനുണ്ടെന്ന് സംസ്ഥാനത്തെ ബഡ്ജറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു. ഏതാണ്ട് 10% അല്ലെങ്കിൽ 5000 കോടി പോലും ഇല്ല കോടതിയിൽ കിടക്കുന്നത്. ഇത് പിരിച്ചെടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള ധാരാളം കണക്കുകളുണ്ട്. അപ്പൊ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം എവിടെ പോകുന്നു? അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കടം കിട്ടുന്നുണ്ട്. 3 ലക്ഷം കോടി ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 7 വർഷമായിട്ട് 2.5 ലക്ഷം കോടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സർക്കാർ കടം മേടിച്ച് ജീവിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരാണ്. ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു കുടുംബത്തിനോ കടം മേടിച്ച് മാത്രം സ്വന്തം ജീവിതം നിലവാരം ഉയർത്താമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാൻ ഇവരെ എന്ത് വകയാണ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, കേരളത്തെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് മണി ഓർഡർ സർക്കാർ എന്നായിരുന്നു. വിദേശത്ത് നിന്ന് ആളുകൾ ജോലി ചെയ്തുകൊണ്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്ന ഒരു എക്കണോമി, മണി ഓർഡർ എക്കണോമി എന്നൊക്കെ വിളിച്ചിരുന്നു. ഇന്ന് നോക്കൂ, റിവേഴ്സ് മണി ഓർഡർ എക്കണോമിയാണ്. ഇന്ന് കേരളത്തിലെ പണം മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. വിദേശത്തേക്ക് ഇവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് പോവുകയാണ്. പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, നികുതി വരുമാനം കൂടുന്നില്ല. സംസ്ഥാനത്ത് നികുതി കൂടുന്നു എന്ന് പറയുന്നത് ധനവകുപ്പിന്റെ കണക്കനുസരിച്ച് 2021 കേരളത്തിന്റെ നികുതി വരുമാനം 47,000 കോടിയായിരുന്നു. 2024 അത് 77,000 കോടിയാണ്. അപ്പോൾ 47,000 കോടിയിൽ നിന്ന് 77,000 കോടിയിലേക്ക് നികുതി വരുമാനം കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. തൊട്ട് മുൻ വർഷം ഈ വർഷം 16% വർധനവ് കാണിക്കുന്നുണ്ട്. അപ്പോ നികുതി വരുമാനം വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോഴും പിരിച്ചെടുക്കാനുള്ള നികുതി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. നികുതി വരുമാനം ഏറെക്കുറെ ആരോഗ്യകരമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റ് പല കാര്യങ്ങൾ മുമ്പ് അനുകൂലമായി ഉണ്ടായിരുന്ന പല സാഹചര്യങ്ങളും ഇപ്പോഴില്ല. 2 വർഷം മുമ്പ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ നമുക്കിപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യമാകട്ടെ, GST വന്നപ്പോൾ കോമ്പൻസേഷന്റെ കാര്യമാകട്ടെ, നമ്മൾ അബ്സല്യൂട്ട് നമ്പേഴ്സിൽ എടുത്താൽ വലിയ കുറവുണ്ട്. ഞാൻ പറയുന്നത് അതൊക്കെ ഇവിടെ നിയമപരമായി കിട്ടണോ വേണ്ടയോ എന്നുള്ളതല്ല. പക്ഷേ മുമ്പ് 2-3 കൊല്ലം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതും ഇപ്പോൾ കിട്ടുന്നതും തമ്മിൽ
അവിടെ നിന്ന് കിട്ടുന്നതിൽ വലിയ 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 അന്തരമുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എത്ര വർഷത്തേക്കെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത അഭിലാഷ്? നിരന്തരമായി ആജന്മനാന്തരം കിട്ടുമെന്നാണ് 5 വർഷത്തേക്ക്. അല്ല, അതൊക്കെ ശരി. ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് എന്താ വെച്ചാൽ 3 കൊല്ലം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന അത്രയും പൈസ ഇപ്പൊ കിട്ടുന്നില്ല എന്ന വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും കൂടുതൽ വേണമെന്ന് പറഞ്ഞ് കത്തയച്ചു തരാം. 12,000 കോടി രൂപയും അതുപോലെ തന്നെ 13,000 കോടി രൂപയും കൂടുതൽ വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 വർഷം മേടിച്ചു തരാം. അപ്പൊ അതുകൊണ്ടല്ലേ ഈ വർഷം 5,000 കോടിയായി കുറഞ്ഞു പോയത്. കൃത്യമായിട്ട് എല്ലാ വർഷവും 53,000 കോടിയുടെ 4 വർഷത്തെ കൃത്യമായിട്ട് വിഭജിച്ചല്ലല്ലോ മേടിച്ചിരുന്നത്. ഞങ്ങൾക്ക് കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും ഞങ്ങളുടെ വരുമാനം കുറഞ്ഞു വന്ന് കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കാണ്ട് 13,000 12,000 കോടി രൂപ വെച്ച് കൊടുത്തില്ലേ? അപ്പോൾ അതെന്താ കേൾക്കാത്തത്? ഇതൊന്നും ഇല്ലാണ്ട് കേന്ദ്രത്തിന്റെ മേൽ മാത്രം കെട്ടിവെക്കുക, സ്വന്തം വരുമാന മാർഗം വർദ്ധിപ്പിക്കാതെ ഈ കേരളത്തിന്റെ മുഴുവൻ സാമ്പത്തിക രീതിയും തകർത്ത് കളഞ്ഞ 2 സർക്കാരുകളും UDF ആയാലും LDF ആയാലും മുഴുവൻ തകർത്ത് കളഞ്ഞ് കടത്തിൽ മുക്കി നിർത്തിയിട്ട് യാതൊരുവിധ എക്കണോമിക്കൽ ആക്ടിവിറ്റിയും ഇല്ലാതെ മൂലധന ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ സംസ്ഥാനത്തിനെ കടത്തിൽ മുക്കി നിർത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇരു മുന്നണികൾക്കുമാണ്. ഒരു സംശയവുമില്ല. ശരി, ഓക്കെ.